കഥ തുടങ്ങുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ ഓഫീസർ രോഹിണിയോട് റെക്കോർഡ് റൂമിൽ നിന്ന് ഒരു ഫയൽ എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന രോഹിണി റെക്കോർഡ് റൂമിന്റെ അകത്ത് പോയി ഫയൽ നോക്കുന്നതിനിടയിൽ രോഹിണി ക്യാമറ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. ക്യാമറ കാണുന്ന രോഹിണി ക്യാമറ എടുത്തിട്ട് ക്യാമറയിലൂടെ നോക്കുമ്പോൾ അവിടെ ലൈറ്റ് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുകയാണ്. ആ സമയം അവിടെ ഒരു രൂപം കാണുന്ന രോഹിണി പേടിച്ച് ക്യാമറയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ രോഹിണി മന്ത്രിയെ കാണാനും മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും ഫ്രണ്ടുമായി അവിടെ വരികയാണ്. അപ്പോൾ മന്ത്രി വരികയാണ്. മന്ത്രിയെ കാണുന്ന രോഹിണി ആ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം അതിന്റെ പ്രിന്റ് ഫോട്ടോയിൽ നോക്കുമ്പോൾ നീരജിന്റെ അടുത്ത് ഒരു ഭൂതം നിൽക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രോഹിണി. നീരജിനെ കാണുന്ന മന്ത്രി നീരജിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ നീരജിന്റെ മുമ്പിൽ വരുന്ന ഭൂതം നീരജിനെ കൊല്ലുകയാണ്. ശേഷം രോഹിണിക്ക് വീട്ടിന്റെ അകത്ത് ആരോ ഉള്ളതായി തോന്നുകയാണ്. ആ സമയം അവിടെ വരുന്ന സിദ്ധിനോട് രോഹിണിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതേസമയം സിദ്ധിന് ഒരു ഫോൺ വരികയാണ്. അതിൽ നീരജ് മരിച്ചു എന്നാണ് അറിയുന്നത്. ആ കാര്യം സിദ്ധു രോഹിണിയോട് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് രോഹിണി. ശേഷം അവർ രണ്ടുപേരും നീരജിന്റെ ഡെഡ് ബോഡി കാണാൻ പോവുകയാണ്. നീരജിന്റെ വികൃതമായിരിക്കുന്ന ശരീരം കണ്ട് അവർക്ക് ഡൗട്ട് തോന്നുകയാണ്. നീരജ് സിദ്ധു ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നീരജിനെ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് കണ്ട കാര്യം രോഹിണി പറയുമ്പോൾ വിശ്വസിക്കാതെ സിദ്ധു നിൽക്കുന്നത് കാണുന്ന രോഹിണി അന്നെടുത്ത ഫോട്ടോ സിദ്ധിന് കാണിച്ചു കൊടുക്കുകയാണ്. സിദ്ധു നോക്കുമ്പോൾ ആ ഫോട്ടോയിൽ നീരജ് മാത്രമാണ് ഉള്ളത്. ഭൂതത്തിനെ കാണാൻ കഴിയുന്നില്ല. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ സ്വന്തമായി വർക്ക് ആകുകയും അതിലൊരു ഫോട്ടോ പ്രിന്റ് വരികയും ചെയ്യുന്നു. ആ ഫോട്ടോ കാണുന്ന രോഹിണി ആ ഫോട്ടോ കയ്യിലെടുക്കുകയാണ്. ആ ഫോട്ടോയിൽ രോഹിണിയുടെ ബോസിന്റെ അടുത്ത് ഭൂതം നിൽക്കുന്നത് കാണുന്ന രോഹിണി അവിടെ നിന്നും ടെൻഷൻ അടിച്ചു പോവുകയാണ്. ഈ സമയം സ്റ്റോർ റൂമിന്റെ അകത്ത് കയറുന്ന ശാന്തറാമിനെ ഭൂതം കൊല്ലാൻ പോകുന്ന സമയം അത് കണ്ടുകൊണ്ട് അവിടെ രോഹിണിയും വരുന്നു. രോഹിണിയുടെ മുന്നിൽ വെച്ച് ഭൂതം ശാന്തറാമിനെ കൊല്ലുകയാണ്. അത് കണ്ട് രോഹിണി ബോധം കെട്ട് വീഴുന്നു. ശേഷം ബോധം വരുന്ന രോഹിണി സിദ്ധിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ക്യാമറയും ഈ നടക്കുന്ന മരണങ്ങളുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറയുകയാണ് രോഹിണി. അത് കേൾക്കുന്ന സിദ്ധ് ഈ ക്യാമറ നശിപ്പിച്ച് കളഞ്ഞാൽ ഇനി ആരും മരിക്കില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ക്യാമറയെ കളയാൻ നോക്കുമ്പോൾ അതിനവർക്ക് കഴിയുന്നില്ല. കാരണം ക്യാമറ രോഹിണിയുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അത് അവർക്ക് കളയാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന ഭൂതത്തിനെ കണ്ട് പേടിക്കുന്ന സിദ്ധ് ക്യാമറയെ ഒരു കമ്പ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുമ്പോൾ ആ ഭൂതം അവിടെ നിന്ന് പോകുന്നു. ശേഷം രാത്രി സിദ്ധ അടിച്ചു പൊട്ടിച്ച ക്യാമറയും ഒരു ഫോട്ടോയും രോഹിണിയുടെ റൂമിൽ ഇരിക്കുന്നത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് രോഹിണി. ആ ഫോട്ടോയിൽ മന്ത്രിയുടെ അടുത്ത് ഭൂതം നിൽക്കുന്നതായാണ് കാണുന്നത്. എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രോഹിണി. അടുത്ത സീനിൽ രോഹിണി മന്ത്രിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേൾക്കുന്ന മന്ത്രി സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ എല്ലാം മനസ്സിലാകുമെന്ന് പറയുകയാണ്. ആ സമയം അവിടെ ഭൂതം വരികയും മന്ത്രിയെ കൊല്ലുകയും ചെയ്യുന്നു. ശേഷം സിദ്ധിന്റെ അടുത്ത് പോകുന്ന രോഹിണി മന്ത്രിയെ പറഞ്ഞതിനെ കുറിച്ച് സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ കിട്ടിയ പുതിയ ഫോട്ടോ സിദ്ധിന് കാണിച്ചു കൊടുക്കുകയാണ് രോഹിണി. അപ്പോൾ സിദ്ധ് എല്ലാ കാര്യങ്ങളും രോഹിണിയോട് പറയുകയാണ്. രാകേഷ് എന്ന ഫോട്ടോഗ്രാഫർ സീക്രട്ടായി മന്ത്രിയുടെയും ശാന്താറാമിന്റെയും നീരജിന്റെയും ഫോട്ടോസ് എടുത്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. അവരെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ടോർച്ചർ ചെയ്യുന്നത് കൊണ്ട് സിദ്ധും അവർ മൂന്നുപേരും കൂടി രാകേഷിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും രാകേഷ് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഷോക്ക് അടിച്ച് രാകേഷ് മരിക്കുകയായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന രോഹിണി രാകേഷിന്റെ ഡെഡ് ബോഡി മറവ് ചെയ്ത സ്ഥലത്തേക്ക് സിദ്ധുമായി പോവുകയാണ്. ആ സമയം അവിടെ വരുന്ന ഭൂതം സിദ്ധിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്ന രോഹിണി ആ ക്യാമറയിൽ ഭൂതത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ കത്തിക്കുകയാണ്. അപ്പോൾ ഭൂതവും കത്തിയില്ലാതാവുകയാണ്. ഈ ലോകത്ത് നിങ്ങളെപ്പോലുള്ള ഒരാളുടെ ആവശ്യമില്ല എന്ന് രോഹിണി ഭൂതത്തിനെ നോക്കി പറയുകയാണ്. ആ സമയം സിദ്ധ് രക്ഷപ്പെടുന്നു. ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ കഥയുമായി പെട്ടെന്ന് വരാമേ. ബൈ.